സുഹൃത്തുക്കളെ, നമ്മുടെ KSR ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. KSR നമ്മൾ ആദ്യമേ പറഞ്ഞതിന് കൂടി ആവർത്തിക്കുകയാണ്. 3 പാർട്ടുകളാണ്. ഒന്നാമത്തെ പാർട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ ട്രാവലിംഗ് അലവൻസ് മാത്രം നമ്മൾ 2 പാർട്ടായിട്ട് 2 ക്ലാസ്സുകളായിട്ട് പറഞ്ഞു. ഇനി മൂന്നാമത്തെ പാർട്ടിൽ ഇതേപോലെ ഒറ്റ വിഷയം മാത്രം നമ്മൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. മൂന്നാമത്തെ പാർട്ടിൽ പെൻഷൻ മാത്രം 151 റൂളുകളായിട്ട്. പെൻഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ അയാളുടെ ജീവിതകാലം മുഴുവൻ സർവീസിൽ നല്ല ആരോഗ്യമുള്ള കാലം മുഴുവൻ ഗവൺമെൻറ്റിനെ സേവിക്കുമ്പോൾ ഗവൺമെൻറ് നമുക്ക് അവസാനം പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് തരുന്ന ആനുകൂല്യങ്ങളാണ്. അടുത്തുകൊണ്ട് പറ്റി പിരിയാന്നാണ് മലയാളത്തിൽ പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ മരണം വരെ നമുക്ക് പെൻഷൻ കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മുടെ ഇണയോ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ പിന്നെ മക്കൾ, അതിനൊക്കെ കണ്ടീഷൻ ഉണ്ട്. അവർ ജീവിച്ചിരിക്കേണ്ട അവർക്ക് ഫാമിലി പെൻഷൻ, കുടുംബ പെൻഷൻ കിട്ടും. പിന്നെ നമ്മുടെ പെൻഷൻ്റെ ഒരു ഭാഗം നിശ്ചിത ശതമാനം ഒരു 12 വർഷത്തേക്ക് ഉള്ളത് നമുക്ക് ഒന്നിച്ച് കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങാം. പിന്നെ കിട്ടുന്ന മറ്റൊരു ആനുകൂല്യം DCRG നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എന്നാലും ചില ആളുകളെങ്കിലും DCRGയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട് പലപ്പോഴും. ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. അപ്പോൾ ഒരാൾ പെൻഷൻ കാൽക്കുലേഷനിൽ ചെയ്യേണ്ട 4 കാര്യങ്ങൾ: ഒന്ന് പെൻഷൻ, മറ്റൊന്ന് DCRG, ഫാമിലി പെൻഷൻ, പെൻഷൻ കമ്മ്യൂട്ടേഷൻ. അത് 4 വിശദമായിട്ട് പറയാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിയും. പെൻഷൻ അടുത്ത കാലത്ത് വരെ 4 രീതിയിലുണ്ടായിരുന്നു. ഒന്ന് കോമ്പൻസേഷൻ പെൻഷൻ, 2 ഇൻവാലിഡ് പെൻഷൻ, 3 റിട്ടയറിംഗ് പെൻഷൻ, 4 സൂപ്പറാനുവേഷൻ പെൻഷൻ. ഇങ്ങനെ 4 പെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ 97 പേ റിവിഷൻ 25/11/99 നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ 1/11/99 മുതൽ എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടി വന്നിട്ടുണ്ട്. എന്താ എസ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറഞ്ഞാൽ? ഔദാര്യ പെൻഷൻ. അഥവാ നമ്മൾ പെൻഷൻ പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, ഒരാൾക്ക് പെൻഷൻ കിട്ടണമെങ്കിൽ മിനിമം 10 വർഷത്തെ സർവീസെങ്കിലും വേണം. 10 വർഷത്തെ സർവീസെങ്കിലും വേണം. ആ 10 വർഷത്തെ സർവീസ് ഇല്ലാതെ ഒരാൾ സൂപ്പർ ആനുവേഷനിൽ, അതായത് ഇപ്പോഴത്തെ അവസ്ഥയിൽ 56 വയസ്സ് പൂർത്തിയായിട്ട് സർവീസിൽ നിന്ന് വിരമിക്കേണ്ടി വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന പെൻഷനാണ് എസ്ഗ്രേഷ്യ പെൻഷൻ. അത് അവിടെ എത്തുമ്പോൾ പറയാം. ആദ്യം ഓരോന്ന് ഫസ്റ്റ് തന്നെ പറയാം. ഒന്ന് കോമ്പൻസേഷൻ പെൻഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ വാക്ക് നമുക്ക് നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ ഒരു തസ്തിക ഇല്ലാതാവാം. അങ്ങനെ തസ്തിക ഇല്ലാതായിട്ടുള്ള പരിചയം ഉണ്ടാവും. ഏതെങ്കിലും ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ചർച്ച വന്നിരുന്ന കാര്യമാണ് ബ്ലോക്കിൽ ഹെഡ് ക്ലർക്ക് തസ്തിക ഇല്ലാതാക്കാൻ പരിപാടി. അതേപോലെ മുമ്പ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇല്ലാതായിരുന്നു. മുമ്പൊക്കെ വേസ്റ്റ് വാട്ടർ അതോറിറ്റി എന്നൊരു സാധനം ഉണ്ടായിരുന്നു. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡെസിഗ്നേഷനോ ഇല്ലാതാക്കും. ഗവൺമെൻറ് അതിനുള്ള അധികാരമുണ്ട്. നമ്മുടെ ഫസ്റ്റ് പറയേണ്ടത് ഇമ്പോർട്ടൻ്റ് പവേഴ്സ് റിസർവ്ഡ് ടു ഗവൺമെൻറ്. അങ്ങനെ ഈ തസ്തിക ഇല്ലാതാക്കുമ്പോൾ പ്രശ്നം, ആ തസ്തികയിൽ ഇരുന്ന ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആ തസ്തികയിൽ ഇരുന്ന ഒരു ഓഫീസർ ഉണ്ടാവുമല്ലോ, അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് 2 ഓപ്ഷൻ. ഒന്ന് തത്തുല്യമായ മറ്റേതെങ്കിലും ജോലി സ്വീകരിക്കാം. അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ അയാൾക്ക് മാന്യമായി പെൻഷൻ പറ്റി പിരിയാം. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ആനുകൂല്യം, അയാൾക്ക് ഈ സർവീസ് എത്ര ബാക്കിയുണ്ട് നോക്കിയിട്ട് ആ സർവീസൊക്കെ കൂട്ടിയിട്ട് അയാളുടെ കാൽക്കുലേഷൻ പ്രകാരമുള്ള പെൻഷൻ കൂട്ടിയിട്ട് അയാൾക്ക് പെൻഷൻ വാങ്ങി പിരിയാം. അതാണ് കോമ്പൻസേഷൻ പെൻഷൻ. നോട്ട്സിലുണ്ട്, ഇഷ്ടമായി പറഞ്ഞു. 2 ഇൻവാലിഡ് പെൻഷൻ അല്ലെങ്കിൽ ഡിസബിലിറ്റി പെൻഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അയാൾ വഹിക്കുന്ന ജോലിക്ക് ചെയ്യാൻ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ പ്രാപ്തനല്ല. അയാൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ മെൻ്റലി അയാൾ കുറച്ച് ഡിസോർഡറായി വരികയാണ്. അയാൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ കണ്ണിന് കാഴ്ച കുറഞ്ഞു വരികയാണ്.
അയാൾക്ക് ആ ജോലി ചെയ്യാൻ കഴിയണില്ല എന്ന് വന്നാൽ അത് ആര് തീരുമാനിക്കണം? അയാളോ അല്ലെങ്കിൽ ഓഫീസ് മേധാവിയോ തീരുമാനിച്ചാൽ പോരാ. മെഡിക്കൽ ബോർഡ് 3-ൽ കുറയാത്ത ഡോക്ടർമാർ പരിശോധിച്ചിട്ട് ഓക്കെ ശരിയാണ് എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് പെൻഷൻ പറ്റി പിരിയാം. അപ്പോൾ അയാൾക്ക് എത്ര സർവീസ് ഉണ്ടോ അതിൻ്റെ കൂടെ പരമാവധി 5 വർഷം കൂടി സർവീസ് കൂട്ടിച്ച് കൊടുക്കും. പരമാവധി. ഇപ്പോൾ ഒരാൾ 52ാമത്തെ വയസ്സിലാണ് പിരിയണത്, ഞങ്ങൾക്ക് 4 കൊല്ലം സർവീസ് ബാക്കിയുള്ളൂ, അപ്പോൾ അത് കൊടുക്കും. ഒരാൾ 48ലാണ് പിരിയണത്, 48ൽ പിരിയാണെങ്കിൽ അയാൾക്ക് 6 കൊല്ലം കൂടി ബാക്കിയുണ്ട്, 8 കൊല്ലം ബാക്കിയുണ്ട്. പക്ഷേ പരമാവധി 5 കൊല്ലം കൊടുക്കും. ശമ്പളത്തിൽ മാറ്റമൊന്നുമില്ല. അവസാനം വാങ്ങിയ ശമ്പളം കണക്കൂട്ടിയിട്ട് ഈ 5 കൊല്ലത്തെ വെയിറ്റേജ് കൂട്ടിയിട്ടാണ് ഇയാളെ പെൻഷൻ പറ്റി പിരിക്കുക. 3ാമത്തതാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. അതവിടെ നിൽക്കട്ടെ, തൽക്കാലം നമ്മൾ പെൻഡിങ്ങിലിടുകയാണ്. സൂപ്പർ ആനുവേഷൻ പെൻഷൻ എന്ന് പറഞ്ഞാൽ അതാണ് യഥാർത്ഥ പെൻഷൻ. 4ാമത് റിട്ടയറിംഗ് പെൻഷൻ. അത് 3 പേരുകൾ: റിട്ടയറിംഗ് പെൻഷൻ, വളണ്ടറി റിട്ടയർമെന്റ്, പ്രീമെച്ചർ റിട്ടയർമെന്റ്. നമ്മൾ സാധാരണ കുറച്ചൊക്കെ സർവീസ് ഉള്ള ആളുകൾ ചുരുക്കത്തിൽ പറയുമ്പോൾ VRS എടുക്കുക. വളണ്ടറി റിട്ടയർമെന്റ്. ഇനി കഴിയുന്നില്ല എന്തോതിയാക്കി പിരിയാം. അതിനുള്ള കണ്ടീഷൻ 20 കൊല്ലമെങ്കിലും ആൾക്ക് പൂർണ്ണമായും സർവീസിലാണ്. റൗണ്ടിങ് പോരാ, കംപ്ലീറ്റഡ് ഇയേഴ്സ് ഓഫ് സർവീസ്. ഇത് റൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായിട്ട് പിന്നീട് വരുന്നുണ്ട്. അത് 6 മാസമോ കൂടുതലുണ്ടെങ്കിൽ അടുത്ത വർഷമായിട്ട് റൗണ്ട് ചെയ്യും. പക്ഷേ ഈ വളണ്ടറി പെൻഷൻ അത് പറ്റില്ല. 20 വർഷം പൂർണ്ണമായ സർവീസ് വേണം. പിന്നെ അയാൾ എന്നാണോ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 3 മാസം മുമ്പെങ്കിലും നോട്ടീസ് കൊടുത്തിരിക്കണം. അല്ലാതെ വ്യക്തമായ കാരണം ഉണ്ടെങ്കിൽ അതിന് ചില കളവുകളൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിനും ഇതുപോലെ സർവീസിൽ ബാക്കി ഉണ്ടെങ്കിൽ പരമാവധി 5 വർഷം വരെ വെയിറ്റേജ് കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ 3ാമത് പറഞ്ഞ സൂപ്പർ കിട്ടാൻ അതിന് മുമ്പ് വേറൊരു സാധനം കൂടിയിട്ട് എക്സ്ഗ്രേഷ്യ പെൻഷൻ. ഞാൻ പറഞ്ഞത് 1/11/1999 മുതലാണ് നിലവിൽ വന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് 10 കൊല്ലം സർവീസ് പൂർത്തിയാവാതെ വിരമിക്കുന്ന ആളുകൾക്ക് ഒരു സർവീസ് ഗ്രാറ്റുവിറ്റി ആയിരുന്നു കൊടുത്തിരുന്നത്. സർവീസ് ഗ്രാറ്റുവിറ്റി അതിൻ്റെ കണക്ക് പറഞ്ഞാൽ N/ELD, നമ്പർ ഓഫ് ക്വാളിഫൈഡ് സർവീസ് ഇൻറ്റു ഇമോളുമെന്റ്സ് ഓഫ് ലാസ്റ്റ് പേ പ്ലസ് DA. അത് അവസാനം വാങ്ങിയ ശമ്പളവും അന്നത്തെ DAയും കൂടി കൂട്ടിയിട്ട് എത്ര കൊല്ലം ഉണ്ട്. അപ്പോൾ 8 കൊല്ലം ഉണ്ടെങ്കിൽ 8 കൊണ്ട് ഗുണിച്ചിട്ട് കൊടുക്കുന്ന സംഖ്യ ഒറ്റ തവണ. പിന്നെ ഇല്ല, അത് 1 കൊല്ലം മാത്രമുള്ളവർക്ക് 2 ഇരട്ടി കൊടുക്കും. പിന്നൊക്കെ ഈ ഇതിലാണ് കൊടുക്കുക. അതിപ്പോൾ മാറിയിട്ട് എക്സ്ഗ്രേഷ്യ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു കൺസോളിഡേറ്റ് എമൗണ്ട് ആണ്. അതിന് വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. അത് നേരത്തെ അവർക്ക് പെൻഷൻകാർ മാത്രമേ ഉള്ളായിരുന്നു. അവരുടെ കുടുംബത്തിന് ഫാമിലി പെൻഷനോ അല്ലെങ്കിൽ ഡിആർഎസ് റിലീഫോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പേ റിവിഷൻ, അതായത് പേ റിവിഷൻ 2014 ഉത്തരവ് GOP 7/2016 ഡേറ്റഡ് 20/1/2016 വന്ന ഉത്തരവിൽ അവർക്ക് ഫാമിലി പെൻഷൻ കൂടി അനുവദിച്ചു, ഡിആർഎസ് റിലീഫും അനുവദിച്ചു. അതിന് കൺസോളിഡേറ്റ് എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് ഇതിൽ പറയുന്നുണ്ട് 3 കൊല്ലം വരെ 2550, 4 കൊല്ലമായാലും 3400. അതിനൊരു എളുപ്പവണി ഞാൻ പറഞ്ഞുതരാം, ഒരു എളുപ്പസൂത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ പെൻഷൻ സൂപ്പർ ആനുവേഷൻ പെൻഷൻ മിനിമം പെൻഷൻ 8500 ഇപ്പോൾ, വിത്ത് എഫക്റ്റ് ഫ്രം 1/7/2014. 8500. ഇത് ഗവൺമെന്റ് പറഞ്ഞ കണക്കിലേക്കല്ല ഞാൻ പോകുന്നത്. നമുക്കൊരു ഷോർട്ട് കട്ട്. 8500 റുപ്യ കിട്ടണമെങ്കിൽ മിനിമം 10 കൊല്ലം വേണം, 10 വർഷം വേണം. അപ്പോൾ ഒരു വർഷത്തിന് 750 റുപ്യ. അപ്പോൾ ഈ എക്സ്ഗ്രേഷ്യ പെൻഷൻ മിനിമം 3 വർഷത്തേക്ക് കൊടുക്കണം. അപ്പോൾ 3 വർഷത്തിൽ 3,850, 3/24 2,550. 4 കൊല്ലമാണെങ്കിൽ 4 × 850. 5 കൊല്ലമാണെങ്കിൽ 5 × 850. അപ്പോൾ 850ന്റെ ഗുണിതങ്ങളായിട്ട് കൂട്ടിയാൽ ഫാമിലി പെൻഷൻ അതുപോലെ തന്നെ 255 രൂപ വെച്ച് കൂട്ടുക. അപ്പോൾ 3 കൊല്ലത്തിന് മിനിമം 765 രൂപ ഉണ്ട്. 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലത്തിൽ അതാണ് കൊടുക്കുക. 1 കൊല്ലമാണെങ്കിലും മിനിമം 3 വർഷത്തിൽ കൊടുക്കണം. പിന്നെ ഓരോ കൊല്ലവും ഇങ്ങനെ 255 × 4, 255 × 5 അങ്ങനെ കൂട്ടി നമുക്ക് മനപ്പാടാക്കേണ്ട ആവശ്യമില്ല. മനപ്പാടാക്കലാണ് മുമ്പൊക്കെ ചെയ്തിരുന്നത്. ഇപ്പം നമ്മൾ അങ്ങനെ ഒരു സൂത്രം കൂടി ഇത് മനസ്സിലായിട്ട്. അപ്പോൾ 850 × ഇയർ, 255 × ഇയർ. ഓക്കെ.
ലളിതമായിട്ട് കഴിയും. ഇനിയാണ് നമ്മൾ യഥാർത്ഥ പെൻഷനിലേക്ക് പോകുന്നത്. അതാണ് സൂപ്പർ ആനുവേഷൻ പെൻഷൻ. ഒരാളുടെ ജനനത്തീയതി ഏത് മാസത്തിലാണോ വരുന്നത്, ഏത് മാസത്തിലാണോ ആ മാസത്തിൽ 1-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ ആ മാസത്തിന്റെ അവസാനം. ഇപ്പൊ എൻ്റെ ജനനത്തീയതി 19/2 19/2. അപ്പൊ ഞാൻ 28/2 പിരിയണം. ഒരാളത് 5/5 നിങ്ങൾ 31/5 പിരിയണം. 1/5 ആണെങ്കിൽ തലേ മാസം പിരിയണം. എന്താ അതിനുള്ള സൂത്രം? 1-ാം തീയതി 2-ാം തീയതി തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും കുഴപ്പമില്ല. ശ്രദ്ധിക്കുക, ജനുവരി 1-ന് ഒരു വർഷം ജനുവരി 1-ന് ജനിച്ച ഒരു കുട്ടിയുടെ വർഷം പൂർത്തിയാവുന്നത് ഡിസംബർ 31-നാണ്. ഡിസംബർ 31-നാണ്. നേരത്തെ 2-ാം തീയതി ജനിച്ച ഒരു കുട്ടിയുടെ വർഷം പൂർത്തിയാവുന്നത് ജനുവരി 1-നാണ്. അപ്പോൾ 2-ാം തീയതി മുതലുള്ള ആ പ്രാപ്തമുള്ളൂ. 1-ാം തീയതി ജനിച്ചാൽ തലേ മാസത്തെ അവസാനത്തിൽ പിരിയണം. പെൻഷൻ കണക്കൂട്ടാൻ നമുക്ക് 2 കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ സ്ട്രോങ് കുറച്ച് കൊണ്ടുവരും. 2 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഒന്ന്, ക്വാളിഫയിങ് സർവീസ്, എങ്ങനെ ആകെ എത്ര സർവീസ് ഉണ്ട്. 2, ആവറേജ് ഇമോളിമെന്റ്സ് ഓഫ് ലാസ്റ്റ് 10 months. ടോട്ടൽ ക്വാളിഫയിങ് സർവീസ്. പിന്നെ അവസാനത്തെ റിട്ടയർമെന്റിന്റെ 10 മാസം ഉൾപ്പെടെ ബാക്കോട്ടുള്ള 10 മാസത്തെ ശമ്പളം. ആ 10 മാസത്തിനിടയിൽ ചിലപ്പോൾ ഒരു ഇൻക്രിമെന്റ് ഒക്കെ വരും. ഇപ്പോൾ ഒരാള് മെയ് മാസം റിട്ടയർഡ് ആവുകയാണെങ്കിൽ മെയ്, ഏപ്രിൽ, മാർച്ച്, ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, നവംബർ, ഒക്ടോബർ, സെപ്റ്റംബർ, ഓഗസ്റ്റ് മുതൽ അങ്ങോട്ടുള്ള 10 മാസത്തെ ശമ്പളം കിട്ടിയാൽ മതി. അതും ക്വാളിഫൈഡ് സർവീസ് കിട്ടിയാൽ നമ്മൾ പണി ചെയ്യും. ഇനി ഇതിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ എന്താ ക്വാളിഫൈഡ് സർവീസ്? ക്വാളിഫൈഡ് സർവീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർവീസ്. അത് ഒരാൾ സർവീസ് കയറിയിട്ട് റിട്ടയർഡ് ആകുന്നത് വരെയുള്ള സർവീസ്, അതാണ് ടോട്ടൽ സർവീസ്. അതിൽ നിന്ന് എന്തെങ്കിലും കുറക്കാനുണ്ടെങ്കിൽ കുറക്കുക. ടോട്ടൽ സർവീസ് മൈനസ് നോൺ ക്വാളിഫൈഡ് സർവീസ്. എന്നിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാണെങ്കിൽ കൂട്ടിച്ചേർക്കുക. ഐക്വേഷൻ എന്ന് പറയാം, ടോട്ടൽ സർവീസ് മൈനസ് നോൺ ക്വാളിഫൈഡ് സർവീസ് പ്ലസ് അഡീഷൻ ഈസ് ഈക്വൽ ടു ക്വാളിഫൈഡ് സർവീസ്. അപ്പൊ എന്തൊക്കെ നോൺ ക്വാളിഫൈഡ് സർവീസ്? നോൺ ക്വാളിഫൈഡ് സർവീസ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ബോയ് സർവീസ്. ബോയ് കുട്ടി. ബോയ് സർവീസ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള സർവീസ്. അങ്ങനത്തെ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റിയിട്ടോ അല്ലെങ്കിൽ നിയമനത്തിൽ എന്തെങ്കിലും അപാകത വന്നിട്ടൊക്കെ ആയിരിക്കും കണ്ടുപിടിക്കുക. അങ്ങനെ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് നമ്മൾ സർവീസ് കൂട്ടും. പക്ഷേ ഈ 18 വയസ്സ് പൂർത്തിയാകുന്നതിന് നമ്മൾ സർവീസ് കൂട്ടും. എന്തിന്? ആദ്യം പറഞ്ഞ കോമ്പൻസേഷൻ പെൻഷന് മാത്രം കൂട്ടും. രണ്ടാമത് പറയുന്നത് സസ്പെൻഷൻ. സസ്പെൻഷൻ്റെ ട്രീറ്റിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് കൺസിഡർ ചെയ്ത് വെച്ചാൽ 3 കണ്ടീഷൻ: എക്സോണറേറ്റഡ്, അൺജസ്റ്റിഫൈഡ്, ട്രീറ്റഡ് ആസ് ലീവ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാത്ത സസ്പെൻഷനൊക്കെ ഒഴിവാക്കും. മാത്രമല്ല, ഈ സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള അയാൾ അത് എങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നു എന്നുള്ളപ്പോൾ അതിൽ പറയും പെൻഷന് കൗണ്ട് ചെയ്യും. പെൻഷന് കൗണ്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ മാത്രം കൗണ്ട് ചെയ്യും, അല്ലാത്ത സസ്പെൻഷൻ പീരീഡ് ഇത് മൈനസ് ചെയ്യും. പിന്നെ മൂന്നാമത്തത് LWA ആസ് പെർ അപ്പൻഡിക്സ് 12A-BC എന്ന് പറഞ്ഞാൽ വിദേശത്ത് ജോലിക്ക് പോകുന്നത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് പഠനത്തിന് പോകുന്നത്, വിദേശത്ത് ഭാര്യയുടെ കൂടെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ. 4, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഫോറിൻ സർവീസ് ഇഫ് ദ കോൺട്രിബ്യൂഷൻ നോട്ട് പെയ്ഡ്. ഫോറിൻ സർവീസിൽ നമ്മൾ 15% പെൻഷൻ കോൺട്രിബ്യൂഷൻ അടക്കണം എന്ന് പറഞ്ഞു. അത് അടച്ചിട്ടില്ലെങ്കിൽ അത്രയും സർവീസ് ഇതിന് മൈനസ് ചെയ്യും. പിന്നെ നിയമപ്രകാരമുള്ള ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് വന്നാൽ ആ ബ്രേക്ക് പിന്നീട് റെഗുലറൈസ് ചെയ്തില്ലെങ്കിൽ അത് സർവീസായിട്ട് കൂട്ടൂല, ആ സർവീസ് നഷ്ടപ്പെടും. പിന്നെ സർവീസ് ആഫ്റ്റർ സൂപ്പർ ആനുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ മാത്രമേ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ടീച്ചർ അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഒരു ഓഗസ്റ്റ് മാസത്തിലാണെങ്കിൽ ഓഗസ്റ്റ് 31-ന് അയാളുടെ എല്ലാ കാര്യങ്ങളും റിട്ടയർമെന്റ് ഒക്കെ അയാളുടെ കാൽക്കുലേഷൻ ഒക്കെ അവിടെ കഴിഞ്ഞു. പക്ഷെ അയാൾ റിട്ടയർ ചെയ്യുന്നത് അടുത്ത അധ്യയന വർഷം അഥവാ മാർച്ച് 31 വരെ അയാൾക്ക് സർവീസ് തുടരാം. പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യില്ല. അപ്പൊ അത് നോൺ ക്വാളിഫൈഡ് സർവീസാണ് പെൻഷന്റെ കാര്യത്തിൽ കൂട്ടുക. പിന്നെ രാജിവെക്കുന്നതിന് ഒരാൾ ജോലി രാജിവെച്ചാൽ അതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സർവീസ് കൂട്ടൂല. അത്തരം കാര്യങ്ങൾ.
പിന്നെ എന്തൊക്കെ അഡീഷൻസ് എന്താ കൂട്ടിച്ചേർക്കേണ്ടത്? എന്താ കൂട്ടിച്ചേർക്കേണ്ടത്? ഒന്ന് പറയുന്നത് നോക്കുക. ഒന്ന് കൂട്ടിച്ചേർക്കാവുന്ന സർവീസ് എന്ന് പറയുന്നത് ഒന്ന് ബാർ സർവീസ്. ബാർ എന്ന് പറഞ്ഞാൽ അഡ്വക്കറ്റായിട്ട് വക്കീലായിട്ട് സേവനമനുഷ്ഠിച്ച ഒരാൾ 25 വയസ്സിന് ശേഷം 35 വയസ്സിന്റെ ഉള്ളിൽ അവർക്ക് ജഡ്ജി ആവുകയോ അല്ലെങ്കിൽ പിന്നെ മുൻസിഫ് പിന്നെ APP ഒക്കെ ആവുകയാണെങ്കിൽ ഈ ലോ നിയമം ഉപകരിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ജോലിയിലായാൽ അവർക്ക് മിനിമം പെൻഷൻ സർവീസ് എത്തുന്നില്ലെങ്കിൽ ഈ ബാർ സർവീസ് കൂടി കൗണ്ട് ചെയ്യും. പിന്നെ വാർ സർവീസ്, യുദ്ധത്തിൽ പങ്കെടുത്ത സർവീസ്. പിന്നെ ഉള്ളത് മിലിറ്ററി സർവീസ്. മിലിറ്ററി സർവീസിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ മിലിറ്ററി സർവീസിൽ ഗ്രാറ്റുവിറ്റി ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടിയ ഗ്രാറ്റുവിറ്റി കുറച്ചിട്ട് ബാക്കി ഇവിടുന്ന് കൊടുക്കുള്ളൂ. അതേപോലെ മിലിറ്ററി സർവീസിൽ പെൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ കിട്ടുന്ന ആൾക്ക് ഇത് കൊടുക്കില്ല, അല്ലെങ്കിൽ ആ പെൻഷൻ ഒഴിവാക്കും, അപ്പോഴത് കിട്ടുള്ളൂ. പിന്നെ എയ്ഡഡ് സ്കൂൾ സർവീസ്. എയ്ഡഡ് സ്കൂൾ സർവീസ് പെൻഷൻ അക്കൗണ്ട് ചെയ്യും. പിന്നെ ഫുൾ ടൈം സർവീസ് ഇൻ വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ്. വർക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഫുൾ ടൈം സർവീസ് 30/9/94 മുമ്പുള്ള എംപ്ലോയ്മെന്റ് സർവീസ്. പിന്നെ പാർട്ട് ടൈം ടീച്ചേഴ്സിന്റെ 50%. പാർട്ട് ടൈം ടീച്ചേഴ്സിന്റെ 50%. ഇതാണ് ഒന്നുകൂടി പറയാം, ആകെ സർവീസ്. ആകെ സർവീസിൽ നിന്ന് നോൺ ക്വാളിഫൈഡ് സർവീസ് ആ 8-9 കാര്യങ്ങൾ അത് കുറക്കുക. എന്നിട്ട് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ കൂട്ടിച്ചേർക്കുക. എന്നിട്ടാണ് ക്വാളിഫൈഡ് സർവീസ് കിട്ടുക. ഈ ക്വാളിഫൈഡ് സർവീസ് റൗണ്ട് ചെയ്യും. നല്ലോണം ശ്രദ്ധിക്കണം. 9 വർഷം 29 വർഷം 32 വർഷം 3 വർഷങ്ങളാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള ലോജിക്ക് 9 വർഷം എന്ന് മിനിമം പെൻഷൻ, അത് നമ്മൾ പറയാൻ വിട്ടു. മിനിമം പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര വേണം? 10 വർഷം സർവീസ് വേണം. പരമാവധി ഫുൾ പെൻഷൻ കിട്ടണമെങ്കിൽ 30 വർഷം സർവീസ് വേണം. 30 വർഷം സർവീസ്. ഫുൾ DCRG കിട്ടണമെങ്കിൽ 33 വർഷം സർവീസ് ആണ്. അപ്പൊ അത് 3 10 വർഷം പൂർത്തിയാവാൻ, 30 വർഷം പൂർത്തിയാവാൻ, 33 വർഷം പൂർത്തിയാവും. അപ്പോൾ 10-ന് 9 വർഷവും 1 ഡേ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് 10 ആയിട്ട് റൗണ്ട് ചെയ്യും. 29 വർഷവും ഒരു ദിവസം ഉണ്ടെങ്കിൽ 30 ആയിട്ട്, 32 വർഷവും ഒരു ദിവസം ഉണ്ടെങ്കിൽ 33 ആയിട്ട് റൗണ്ട് ചെയ്യും. ബാക്കി എല്ലാ കേസുകളിലും ഒരു വർഷത്തിന് കൂടെ 6 മാസം കൂടി ഉണ്ടെങ്കിൽ അത് അടുത്ത വർഷമായിട്ട് റൗണ്ട് ചെയ്യും. 6 മാസം കുറവാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യും. അങ്ങനെയാണ് ക്വാളിഫൈഡ് സർവീസ് റൗണ്ട് ചെയ്യുക. പിന്നെ നമ്മൾ ബാർ സർവീസ് എന്താണ്, റൗണ്ടിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങൾ 4 കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഒന്ന് പെൻഷൻ, DCRG, ഫാമിലി പെൻഷൻ ആൻഡ് പെൻഷൻ കമ്മ്യൂട്ടേഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം അതിൽ കൂടി ആദ്യം ഈ വിഷയങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് കാൽക്കുലേഷന് വേണ്ടി മാത്രം നമുക്ക് അടുത്തൊരു ക്ലാസ് എടുക്കാം. ക്വാളിഫൈഡ് സർവീസ് എന്താണെന്നും ഇമോളുമെന്റ്സ് എന്തൊക്കെയാണെന്നും നമുക്ക് പഠിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ